അപ്പോൾ നമ്മളിപ്പോൾ ഡെമോ ചെയ്യുന്നത് പാലോ ആൾട്ടോൻ്റെ പിന്നെ ഡെമോ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ബേസിക് നോളജ് ഒക്കെ ഉള്ളവരായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. CCNA എല്ലാം കഴിഞ്ഞവരായിരിക്കില്ലേ എല്ലാവരും? ഇല്ല സാർ, എനിക്ക് പ്രാക്ടിക്കൽ നോളജ് തന്നെ ഉള്ളൂ. ഞാൻ CCNA സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത രീതിയിലുള്ള ആ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ പാലോ ആൾട്ടോയിലേക്ക് സെക്യൂരിറ്റി വന്ന് പാലോ ആൾട്ടോയിലേക്ക് കയറിയിട്ട് നമുക്ക് ഡെമോ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ സാർ, ഞാനൊരു ഡൗട്ട് വെച്ചാൽ ഈ സോണിക് ഫയർവാളും ഇതും തമ്മിൽ എന്താ ഡിഫറൻറ്റ് എന്താ വരുന്നത്? സോണിക് ഫയർവാൾ ഡെല്ലിന്റെ ഫയർവാൾ അല്ലേ സോണിക് വാള്? ഫയർവാളിന് ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. സോണിക് വാൾ ഉണ്ട്, പാലോ ആൾട്ടോ ഉണ്ട്, ഫോർട്ടിനെറ്റ് ഉണ്ട്, സിസ്കോയുടെ ASA ഉണ്ട്, FTD ഉണ്ട്. ഓക്കെ, അത് ഡിഫറെന്റ് വെൻഡേഴ്സ് ആണ്. കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ വെൻഡേഴ്സ് മാറുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻസിൽ സെറ്റപ്പിൽ ചെറിയ മാറ്റംസ് ഉണ്ടാവും. ഓക്കെ, അതിൽ നമുക്ക് ഇതിനൊരു ബേസിക് ക്ലാസ് ആണെങ്കിൽ ആദ്യം ഇത് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ CCNA ചെയ്യണം, അങ്ങനെയാണോ സാർ? എന്താ പറയാ, ഇതിന്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് പാലോ ആൾട്ടോ ചെയ്യുന്നവരോട് പറയുന്നത് CCNA മിനിമം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. അത് നിങ്ങളെ ഇതനുസരിച്ചിരിക്കും, സ്കിൽസ് എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിരിക്കും. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസ് മുതൽ എന്താണ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞു മെല്ലെ മെല്ലെ അതിലേക്ക് പാലോ ആൾട്ടോ സെക്യൂരിറ്റി വന്ന് അതിനുശേഷം പാലോ ആൾട്ടോയിലേക്ക് വരാം. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പോവാണ്. കാണുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്ത് നന്നായിരുന്നു. കാണുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയാ, ഓക്കെ, നിങ്ങളൊക്കെ എന്താ പറയുക, ഞാൻ ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫ്രഷേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിൻ്റെ ബേസ് മുതൽ പറഞ്ഞ് നമുക്ക് സെക്യൂരിറ്റിയിൽ കയറി പാലോ ആൾട്ടോയിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ പറഞ്ഞിട്ട് നമ്മളെ ഡെമോ സെഷൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മളുള്ളത് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന ഒരു കോൺസെപ്റ്റ് അറിയുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 2 ഡിവൈസ് ഉണ്ടെങ്കിൽ ആ 2 ഡിവൈസിനെ കണക്ട് ചെയ്യുന്നത് ഒരു കേബിൾ വഴി, അത് വയർഡ് മീഡിയ ആവാം, വയർലെസ് മീഡിയ ആവാം. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റാസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പിന്നെ ഡിവൈസുകളെ ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇങ്ങനെ നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് അല്ലെ തിരിച്ച് ഇങ്ങോട്ടേക്കും ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാറ്റാസ് ആൻഡ് ഡിവൈസസ് എന്നാണ് പറയുന്നത്, ഷെയറിങ് ഡാറ്റാസ് ആൻഡ് ഡിവൈസ്. നമുക്കറിയാം കമ്പനികളിലൊക്കെ പ്രിന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രിന്ററൊക്കെ നെറ്റ്വർക്കിലുള്ള എല്ലാ യൂസേഴ്സിനും പ്രിന്റർ ആക്സസ് ചെയ്യേണ്ടി വരും. ഒരു നെറ്റ്വർക്കിൽ ഉദാഹരണത്തിന് ഒരു 500 യൂസർ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ 500 യൂസർ പിന്നെ ഈ പ്രിന്റർ, വലിയൊരു പ്രിന്റർ, സിറോക്സിന്റെ പ്രിന്റർ യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഈ പ്രിന്റർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഷെയർ ചെയ്ത പ്രിന്ററിനെ എല്ലാ ഡിവൈസിലും ഇരുന്നു കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് ഷെയറിങ് ഡിവൈസസ് ആണ്. ഒന്നുകിൽ ഷെയറിങ് ഡാറ്റാസ് അല്ലെങ്കിൽ ഷെയറിങ് ഡിവൈസസ്. ഇതിനാണ് നമ്മൾ സിംപ്ലി പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി പറഞ്ഞതാണ്. അതിന് നമ്മൾ റിയൽ ഇപ്പോൾ ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ഹോം നെറ്റ്വർക്ക് തന്നെ എടുക്കാം. ഓക്കെ, നമ്മളെ വീട്ടിലത്തെ നെറ്റ്വർക്ക് ആകുമ്പോൾ അവിടെ ഒരു റൗട്ടർ ഉണ്ടാവും, ഒരു മോഡം. ആ മോഡം എന്ന് പറയുന്നത് അതിൽ എല്ലാ ഫങ്ഷൻസും റൗട്ടറിൻ്റെ ഫങ്ഷനാലിറ്റി ഉണ്ടാവും. റൗട്ടർ എന്താണ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാനാണ് റൗട്ടർ ഉള്ളത്. ഇപ്പോൾ റൗട്ടർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, മോഡത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാവും, മോഡുലേഷൻ ഡിമോഡുലേഷൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് മോഡം. അതേപോലെ സ്വിച്ചും നമ്മളെ നോർമലി നമ്മളെ വീട്ടിലത്തെ വരുന്ന
ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സിമ്പിൾ ഞാൻ ഇങ്ങനെ റൗട്ടർ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിയല് റൗട്ടർ ഇങ്ങനെയല്ല. ഓക്കെ, റൗട്ടർ ഒരു എന്താ പറയുക ഈ ഷേപ്പിലുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ എന്നല്ല പറയാ, പിന്നെ എന്താ പറയുക, ഒരേ സെയിം ലെങ്ത് അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇപ്പം ഇതിൽ തന്നെ സ്വിച്ചിൻ്റെ പോർട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 4 പോർട്സ്, മിനിമം 4 പോർട്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൗട്ടറിൻ്റെ ഡിവൈസിൻ്റെ ഫങ്ഷനാലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ മോഡത്തിൻ്റെ ഇതും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഡിവൈസാണ് നമ്മളെ വീട്ടിൽ ഇപ്പോൾ. അതേപോലെ ആക്സസ് പോയിന്റ് ഉണ്ടാവും. ഈ 4ഉം കൂടിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് അവർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തരുന്ന മോഡത്തിൽ ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ആക്സസ് പോയിന്റ് ഉള്ളത് കൊണ്ടാണ് വൈഫൈ വഴി നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഈ മോഡത്തിൽ ഞാൻ ആക്സസ് പോയിന്റ് കോൺഫിഗർ ചെയ്താൽ, ആക്സസ് പോയിന്റ് കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മളൊരു വൈഫൈ നെയിമും കൊടുക്കും, പാസ്വേഡും കൊടുക്കും. ഫോർ എക്സാമ്പിൾ വൈഫൈ നെയിം ആറ്റ്മിക്, പാസ്വേഡ് 123. ഓക്കെ, അപ്പോൾ നമ്മളെ മൊബൈല് ആരെങ്കിലും മൊബൈൽസ് നമ്മൾ വീട്ടിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ പിന്നെ ഈ വൈഫൈ സിഗ്നൽ വഴി, അതായത് ഈ ഒരു ആറ്റ്മിക് എന്നുള്ളത് നമ്മുടെ ഈ സറൗണ്ടിങ്സിൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈസിലും നമ്മൾ വൈഫൈ ഓൺ ആക്കിയാൽ ആറ്റ്മിക്ന്ന് കാണിക്കും. അത് റേഡിയോ സിഗ്നൽ വഴിയാണ്, റേഡിയോ വേവ്സ് വഴിയാണ് നമ്മുടെ എന്താ പറയുക ഈ മൊബൈൽ ഫോൺസിൽ വന്നിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ വരുന്നത് ആറ്റ്മിക് എന്നുള്ള. ആ ആറ്റ്മിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഈ റൗട്ടറിൽ സെറ്റ് ചെയ്ത പാസ്വേഡ് ചോദിക്കും. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വൈഫൈയിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഒരു വയർ എടുത്തിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതും ഈ റൗട്ടറിൽ ജോയിൻ ആവും. അപ്പം ഈ റൗട്ടറിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ ഇന്റർനെറ്റിലേക്ക് പോയിട്ടുണ്ടാവും, ISP. ഓക്കെ, ഈ ISP ഞാൻ കുറച്ചും കൂടി എനിക്ക് സ്ഥലം കുറച്ചും കൂടി വേണം. ഞാനൊന്ന് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ടാണ്. ഓക്കെ, ഇവിടെ റൗട്ടർ, മോഡം. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം തന്നെ മോഡത്തിൻ്റെ പോർട്സ്. ഇത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് മോഡം. അതേപോലെ മോഡുലേഷനും ഡിമോഡുലേഷനും നടക്കുന്നുണ്ട്. മോഡം റൗട്ടറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ആക്സസ് പോയിന്റും AP ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ഒരു ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിലത്തെ മൊബൈൽ ഫോൺസ്, പിന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതേപോലെ ഡെസ്ക്ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അത് വൈഫൈ ത്രൂ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വയർ വെച്ചിട്ടും കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എൻ്റെ മൊബൈൽ ഡിവൈസസ് വൈഫൈ ത്രൂ കണക്ട് ചെയ്തു. ഇനി എനിക്കൊരു ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതേ നെറ്റ്വർക്കിൽ ഒരു കേബിൾ എടുത്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ISPയിലേക്ക് നമ്മളെ കേബിള് പോകുന്നുണ്ടാവും. ഇത് ഏതാ ISP ആവാം, എയർടെൽ ആവാം, ജിയോ ആവാം, ഏതാണ് അവൈലബിൾ ആയത് നിങ്ങളെ ഏരിയയിലുള്ള കണക്ഷൻസ് എടുക്കും. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബാങ്ക് വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു HDFCയുടെ ബാങ്ക് സെർവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസിൽ, നമ്മൾ ഒരു എന്താ പറയുക ഹൈദരാബാദിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. HDFCയുടെ ഒരു ഡാറ്റാ സെൻ്റർ ആണ്. അതിൻ്റെ ഉള്ളിൽ അവരെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെബ് സെർവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ HDFC ഈ ഡാറ്റാ സെൻ്ററും പിന്നെ ISPയിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എല്ലാ ലോകത്തിലുള്ള മുഴുവൻ ISPസും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അതും മനസ്സിലാക്കുക. അത് ഇന്റർനെറ്റ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് അങ്ങനെ ഉണ്ടാവുന്നതല്ല. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ വഴി ഉപയോഗിച്ചിട്ട് എല്ലാ ISPസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർനെറ്റും കാര്യങ്ങളും വേൾഡിലുള്ള ഏത് വെബ്സൈറ്റും നമ്മുടെ ഡിവൈസിൽ ഇരുന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
ഇതൊക്കെ ഇന്റർനെറ്റ് കണക്റ്റഡ് ആയി ഇന്റേണലി കണക്റ്റഡ് ആയി ഇന്റേണലി അല്ല, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. ഇവിടെ നമ്മളെ മൊബൈലിൽ നിന്ന് HDFC വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ വെബ് സെർവർ ഓപ്പൺ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് നമ്മളെ ഡാറ്റ ഇവിടുന്ന് ഒരു HTTP റിക്വസ്റ്റ് ജനറേറ്റ് ആയിട്ട് നമ്മളെ ഇതിലെത്തും, മോഡത്തിൽ നിന്ന് ISPയിൽ ഇന്റർനെറ്റ്, ഞാൻ സെക്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ബേസ് പറയാണ്. അപ്പോൾ അത് HTTP എന്ന് പറയുന്നത്. ഇപ്പോൾ അതിലേക്ക് വന്ന് ISPയിലേക്ക് പോയി, അതിനുശേഷം ഏതാണോ ഇവിടെ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ISPസിൽ നോർമലി BGP ആണ്, BGP എന്ന റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഈ BGP റൗട്ടിംഗ് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ CCNAയിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ BGP ഒക്കെ CCNP എന്റർപ്രൈസിലും വരുന്ന പ്രോട്ടോകോളാണ്. ഓക്കെ. അപ്പൊ ഈ BGP ത്രൂ എന്താണ് BGP ഈ HDFC ബാങ്കിലെ ഈ വെബ്സൈറ്റിലേക്ക് അതിനു മുമ്പ് ഒരു DNS സെർവറും കൂടി ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും ആയിട്ടൊരു DNS സെർവർ ഉണ്ടാവും. ഈ DNS സെർവറിൽ എല്ലാ വെബ്സൈറ്റിൻ്റെയും റെക്കോർഡ്സ് ഉണ്ടാവും. അതായത് അതിൻ്റെ ഫോർ എക്സാമ്പിൾ www.google.com അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP ഇമേജിൻ ചെയ്യുക 8.8.8. അതേപോലെ ഫേസ്ബുക്ക് www.facebook.com ഇമേജിൻ ചെയ്യുക ഏതെങ്കിലും ഒരു 2.2.2.2. അതേപോലെ എല്ലാ ലോകത്തിലുള്ള മില്യൺസ് ഓഫ് വെബ്സൈറ്റിൻ്റെ റെക്കോർഡ്സ് DNS എന്നുള്ള സെർവറിൽ ഉണ്ടാവും. ഈ DNS സെർവർ സംവെയർ അറൗണ്ട് ദ ഇൻ്റർനെറ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ വെബ് ബ്രൗസർ തുറന്നിട്ട് ഇവിടെ www.hdfc.com എന്നുണ്ട്. ഓക്കെ. HDFCയുടെ ഇവിടെ വരുന്ന IP അഡ്രസ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണ് 1. ഇതല്ലേ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്ന 1.1.1. അപ്പോൾ ആ ഒരു റെക്കോർഡ്സ് ഇവിടെ ഉണ്ടാവും 1.1.1.1. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ മൊബൈലിൽ നിന്ന് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.hdfc.com അടിക്കുമ്പോൾ ഫസ്റ്റ് പോകുന്നത് ഒരു DNS ക്വറിയാണ്. DNS ക്വറി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ DNSന്റെ ഒരു DNS IP അഡ്രസ്സ് നമ്മൾ ഡിവൈസിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഈ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു IP നമ്മൾ ഒരു 6.6.6.6. അപ്പോൾ നമ്മളിവിടെ 6.6.6.6 എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടാവും DNS സെർവർ. നമ്മളെ IP കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും DNS യൂസ് ദ ഫോളോവിങ് DNS സെർവർ. ഇവിടെ ഞാൻ ആ DNS സെർവറിൻ്റെ IP എല്ലാ യൂസറിലും അത് DHCP ത്രൂ വരും. ഓക്കെ. ഇനി നിങ്ങൾ മാനുവലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്സ് DHCP എന്ന പ്രോട്ടോകോള് റൗട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് വേണ്ട DNS സെർവർ, IP അഡ്രസ്സ്, ഡിഫോൾട്ട് ഗേറ്റ്വേ ഒക്കെ DHCP എന്നുള്ള പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്നുകിൽ മാനുവലി IP അഡ്രസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസിന് IP അഡ്രസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അപ്പം നമ്മുടെ ഡിവൈസിന് ഓട്ടോമാറ്റിക്കലി ഒരു IP കിട്ടണമെങ്കിൽ അവിടെ ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യണം. ആ പ്രോട്ടോകോളാണ് DHCP. അത് മോഡത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന റൗട്ടറിലൊക്കെ അത് ഇനേബിൾ ആയിരിക്കും. അതിലൊരു IP അഡ്രസ് അവർ റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റേഞ്ചിൽ നിന്ന് ഒരു IP നമ്മുടെ ഡിവൈസിന് കിട്ടുകയും ചെയ്യും. ഓക്കെ. IP മാത്രമല്ല ഡീഫോൾട്ട് ഗേറ്റ്വേ ഉണ്ടാവും, DNS സെർവർ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഈ റൗട്ടർ എനിക്ക് തന്ന DNS സെർവറിൻ്റെ IP 6.6.6.6 ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു DNS ക്വറി പോവുക. ഫസ്റ്റ് തന്നെ നമ്മളുടെ കുറച്ചും കൂടി സൗണ്ട് സംസാരിക്കാൻ പറ്റും സാറേ, സൗണ്ട് കുറവാകുന്നു. ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കുറച്ചും കൂടി സൗണ്ട് കൂട്ടിയാലും പോരാ. ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ ആണോ? ഹലോ.
സൗണ്ട് ആർക്കും എല്ലാവർക്കും സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ആ കേൾക്കാം. ഓക്കെ, ഞാൻ കുറച്ചും കൂടി സൗണ്ടിൽ സംസാരിക്കാം. നമ്മൾ പിന്നെ അപ്പോൾ നമ്മുടെ മോഡം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്കൊരു പിന്നെ DNS IP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് IP അഡ്രസ്സ് അവർ തരും. അതായത് DHCP പ്രോട്ടോകോൾ നമ്മുടെ വീട്ടിലുള്ള മോഡത്തിൽ ഇനേബിൾ ആയിരിക്കും. അപ്പോൾ അത് അവർ തന്നെ നമുക്ക് IP അഡ്രസ്സ്, ഡിഫോൾട്ട് ഗേറ്റ്വേ, DNS സെർവർ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന DNS സെർവറിൻ്റെ IP 6.6.6.6 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫസ്റ്റ് ഞാൻ www.hdfc.com ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു DNS ക്വറി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ DNS ക്വറി നമ്മുടെ ഈ ഒരു DNS സെർവറിലേക്ക് പോകും. ഓക്കെ, 6.6.6.6ലേക്ക് DNS ക്വറി പോകും. എന്നിട്ട് അവർ ചെക്ക് ചെയ്യും. ഓക്കെ, DNS ക്വറിയുള്ള റിക്വസ്റ്റ് എന്താണ്, www.hdfc.com കറസ്പോണ്ടിങ് IP അഡ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു DNS സെർവർ എന്ത് ചെയ്യും, തിരിച്ചിട്ട് ആ ഒരു DNSന്റെ ക്വറിക്കുള്ള റിപ്ലൈ കൊടുക്കും. ആ റിപ്ലൈയിൽ അവർ ഇതിൻ്റെ HDFC ബാങ്ക് വെബ്സൈറ്റിൻ്റെ പബ്ലിക് IP അഡ്രസ്സ്, ഈ ഒരു IP അഡ്രസ്സ് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത ദ മൊമെന്റ് ഈ നമ്മുടെ ഡിവൈസിന് പിന്നെ ഈ ഒരു IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിവൈസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഈ IP അഡ്രസ് 1.1.1.1ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ അടുത്ത ഇവിടത്തേക്ക് HTTP റിക്വസ്റ്റ്, അതായത് വെബ്സൈറ്റിൻ്റെ നമ്മൾ വെബ് പേജാണ് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ബാങ്ക് വെബ്സൈറ്റിൻ്റെ വെബ് പേജ്. ഇപ്പോൾ ഒരു HTTP റിക്വസ്റ്റ് HDFC ബാങ്കിൻ്റെ സെർവറിലേക്ക് പോകും. ഓക്കെ, അതിനുശേഷം ഈ സെർവർ HTTPൻ്റെ റിപ്ലൈ തിരിച്ചു തരും നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക്. ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡാറ്റ HTTP റിക്വസ്റ്റും റിപ്ലൈയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റ അറ്റ് മോഷൻ. ഈ ഡാറ്റയെ പറയുന്നത് ഡാറ്റ അറ്റ് മോഷൻ, അതായത് ഡാറ്റ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റയാണ്. ഇവിടുന്ന് മുതൽ ഈ സെർവർ വരെ പോയി അതേപോലെ തിരിച്ചു വരുന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ, അവിടെ അതിലൂടെ ഡാറ്റ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിന് ഡാറ്റയെ പറയുന്നത് ഡാറ്റ അറ്റ് മോഷൻ. ഇനി എൻ്റെ ബാങ്കിൻ്റെ സെർവറിൻ്റെ ഉള്ളിൽ ആണ് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉള്ളത്. കംപ്ലീറ്റ് യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു സെർവറിലാണുള്ളത്. ഇതിൻ്റെ ബാക്കപ്പ് ആയിട്ട് വേറെ സെർവർ ഉണ്ടാവും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റയെ പറയുന്നത് പേരാണ് ഡാറ്റ അറ്റ് റെസ്റ്റ്. ഡാറ്റ അറ്റ് റെസ്റ്റ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഡാറ്റയാണുള്ളത്, ഡാറ്റ അറ്റ് മോഷനും ഡാറ്റ അറ്റ് റെസ്റ്റും. ഇപ്പോൾ സെക്യൂരിറ്റി എഞ്ചിനീയർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഡാറ്റ അറ്റ് മോഷനിലുള്ള ചലിച്ചു കൊണ്ടിരിക്കുന്ന ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റി എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റി. ഇനി ഡാറ്റ അറ്റ് റെസ്റ്റ്, ഈ ഒരു ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ആണ്. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സെക്യൂരിറ്റി എഞ്ചിനീയർ ചെയ്യുന്നത് ഡാറ്റ അറ്റ് മോഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നതാണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ, സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് റോൾ. ഓക്കെ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. അതേപോലെ ഒരു സ്ഥലത്ത് പിന്നെ റെസ്റ്റിലിരിക്കുന്ന ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നതാണ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ രണ്ട് സെക്യൂരിറ്റിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. ഇനി വേറെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടത്തേക്ക് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു റിക്വസ്റ്റിംഗ് ഇവിടെ എത്തി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ പോകുന്നില്ലേ, ആ പോകുന്നത് ഈ റൗട്ടിംഗ് പ്രോട്ടോകോൾ കോൺഫിഗർ ചെയ്തുകൊണ്ട് റൗട്ടിംഗ് ടേബിളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്നത്. ഈ റൗട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീം നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് അവർ ആണ് ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്ന വർക്കാണ് അവർക്ക് സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സൈബർ സെക്യൂരിറ്റി വേറെ പാർട്ടാണ്, അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല.
പിന്നെ അടുത്ത നമുക്ക് ഒരു ജസ്റ്റ് ഇതിലൊരു 2 പ്രോട്ടോകോൾ ഞാനിവിടെ ഒന്ന് എനിക്കത് വരുന്ന ടോപ്പിക്കിൽ ആവശ്യമുള്ളത് കൊണ്ട് ഒരു ടെൽനെറ്റും SSHും HTTP HTTPS എന്നുള്ള പ്രോട്ടോകോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്, പക്ഷെ ഇത് രണ്ടും ജസ്റ്റ് ഈ സെക്യൂരിറ്റി ടോപ്പിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് നടക്കുന്നത്, അതായത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ IP അഡ്രസ്സ് നമുക്ക് മാനുവലി ഡിവൈസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രോട്ടോകോൾ ഒന്നും വേണ്ട, നമുക്ക് തന്നെ കയറി IP കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ IP നമുക്ക് വേറെ ആരെങ്കിലും തരികയാണെങ്കിൽ അതിനൊരു പ്രോട്ടോകോൾസ് അവിടെ വേണം. ആ പ്രോട്ടോകോൾ ത്രൂ ആണ്, അതായത് DHCP ആണ് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിവൈസിന്. ആ ഒരു പ്രോട്ടോകോളാണ് അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ആ പ്രോട്ടോകോൾ നമ്മുടെ റൗട്ടറിൽ ഇനേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഡിവൈസിൽ നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും വൈഫൈ ആണെങ്കിലും എന്തായാലും അത് പിന്നെ നമുക്ക് IP അഡ്രസ്സ് കിട്ടുന്നത്. സെർവർ വലിയ വലിയ കമ്പനീസിലൊക്കെ സെർവർ ആയിരിക്കും DHCP ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രോട്ടോകോളിനെ പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെൽനെറ്റ് ബാർ SSH, അതേപോലെ HTTP ഓർ HTTPS. ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഫോർ എക്സാമ്പിൾ ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് അല്ല, SSH എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആണ്, HTTP സെക്യൂർഡ് അല്ല, HTTPS എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് പ്രോട്ടോകോൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സെക്യൂർ അല്ലാത്തതെന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ നെറ്റ്വർക്കാണ്, ബാങ്കിൻ്റെ ഒരു നെറ്റ്വർക്ക്. നമ്മൾ ഇത് IT സ്റ്റാഫ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ലൊക്കേഷനാണെന്ന് വിചാരിച്ചു, ബാംഗ്ലൂരുള്ള ഒരു നെറ്റ്വർക്കാണ്. അവിടെയാണ് IT ടീം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എനിക്കൊരു ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരു 6,000 അല്ലെങ്കിൽ 10,000 ബ്രാഞ്ചസ് ഒക്കെ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ നാട്ടിലും കാണാം ബ്രാഞ്ചസ് ഒക്കെ. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും നെറ്റ്വർക്കും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു 1-2 ബ്രാഞ്ച് ഞാനിവിടെ വരക്കുകയാണ്. റൗട്ടർ ഒരു എന്താ പറയുക, ഇത് ജസ്റ്റ് ഒരു ബേസിക് രീതിയിൽ വരക്കുന്നതാണ്. ഒരു റൗട്ടർ, ഒരു സ്വിച്ചും, കുറച്ച് യൂസേഴ്സും. ഓക്കെ, ഇതൊക്കെ ISPയിൽ കണക്റ്റഡ് ആയിരിക്കും. ഇവരും ISPയിൽ കണക്റ്റഡ് ആയിരിക്കും. ഈ ISPയും കണക്റ്റഡ് ആയിരിക്കും. ഇവർ ISPസിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇവരും കണക്റ്റഡ് ആയിരിക്കും. എല്ലാവരും ISPസിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ റൗട്ടറിൽ ഇതൊരു ബ്രാഞ്ച് കിടക്കുന്നത് കാലിക്കറ്റിലാണ്, ഈ ബ്രാഞ്ച് പൂനെയിലാണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് കോൾ വരികയാണ്, ബ്രാഞ്ചിൽ ഇഷ്യൂസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും IT ടീം ആണ് ഇമെയിലും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ ഈ ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ റിക്വസ്റ്റ് വരിക. അപ്പം IT ടീം ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെ റിമോട്ട് ഈ ഡിവൈസ് ആക്സസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൽനെറ്റും SSHും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ടെൽനെറ്റ് ആണ് കോൺഫിഗർ ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ട്, ABC123 ഈ ഡിവൈസിൽ ടെൽനെറ്റ് ഇനേബിൾ ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഡിവൈസിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഈ ഡിവൈസിലെ യൂസർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു. ഇപ്പോൾ റൗട്ടറിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ റൗട്ടറിൽ കയറാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള IP അഡ്രസ്സ് 12.1.1.2 ആണ്. IP അഡ്രസ്സിനുള്ള ബേസിക്, അതായത് എല്ലാ ഡിവൈസും തമ്മിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസും വർക്ക് ചെയ്യുന്നത് IP അഡ്രസ്സ് ബേസിസ് ചെയ്തുകൊണ്ടാണ്. അതൊന്നും ഞാൻ പിന്നെ കൂടുതൽ അത്ര താഴോട്ടേക്ക് പോകുന്നില്ല, നിങ്ങളൊക്കെ ബേസിക് കുറച്ചും കൂടി ഉള്ളവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ IP അഡ്രസ്സ് ഇവിടെയുള്ള ഈ ഒരു ഡിവൈസിൻ്റെ ഇൻ്റർഫേസിലുള്ള IP അഡ്രസ്സ് 12.1.1.2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു യൂസർ ഇവിടെയുള്ള ഒരു IT സ്റ്റാഫ്സ് ആ ഡിവൈസ് ആക്സസ് ചെയ്യാണ് ടെൽനെറ്റ് ഉപയോഗിച്ച്, ടെൽനെറ്റ് സ്പേസ് 12.1.1.2. അപ്പോൾ ഈ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ലോഗിൻ ലോക്കൽ എന്നുള്ള രീതിയിൽ, അതായത് ലോക്കൽ ഡാറ്റാബേസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഡിവൈസിൽ അടിച്ചാൽ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും.
യൂസർ നെയിം എന്താണ്? ABC, പാസ്വേഡ് 1 2 3. ഓക്കെ, ആ ഡിവൈസ് നമ്മുടെ ഈ ഡിവൈസിൽ ലോഗിൻ ആയി വരും. ഓക്കെ, ഇത് ഉദാഹരണത്തിന് ഇതിന്റെ ഹോസ്റ്റ് നെയിമും കാര്യങ്ങളും R2 എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസിൽ R2 കാണിക്കും. നമ്മുടെ റൗട്ടർ ആക്സസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് കോൺഫിഗറേഷൻ വേണ്ടത്, എന്തൊക്കെയാ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുക, അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. എവിടെയൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഇന്റർഫേസ് കാര്യങ്ങളും ഡൗൺ ആണോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം റൗട്ടറിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ISPയിലേക്ക് പ്രശ്നം ഡാറ്റാസ് ഒക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ സ്വിച്ച് ഇതേപോലെ ആക്സസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ടെൽനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ക്രെഡൻഷ്യൽസ് ഉണ്ടല്ലോ, ABC 1 2 3, അത് അതേപോലെ ഇതുവഴി ട്രാവൽ ചെയ്യും. ABC 1 2 3. ഇപ്പോൾ ISPയിൽ ത്രൂ അതേ രീതിയിൽ തന്നെ ABC 1 2 3. ഇനി ISP അല്ലെങ്കിൽ നമ്മുടെ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ യൂസർ നെയിമും ക്യാപ്ചറും ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയർഷാർക്ക് പോലത്തെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ABC 1 2 3. അതായത് നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂർഡ് അല്ല. ഇൻ ബിറ്റ്വീന് ഇതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും നമ്മുടെ ഈ ടെൽനെറ്റ് പാക്കറ്റ് ഹാക്ക് ചെയ്താൽ, ടെൽനെറ്റ് കോൺഫിഗർ ചെയ്താലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വിസിബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടെൽനെറ്റ് ചെയ്യില്ല, പകരം SSH ചെയ്യുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ SSH കോൺഫിഗർ ഈ ഡിവൈസിൽ. ഇഷ്യൂസ് വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ ഇവിടെ നേരത്തെ ഇതേപോലെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്, കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നേരത്തെ ടെൽനെറ്റ് വെച്ചിട്ടായിരുന്നു ട്രൈ ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ SSH വെച്ച് നമ്മുടെ യൂസർ നെയിമും കാര്യങ്ങളും കൊടുത്ത് പാസ്വേഡ്, പിന്നെ നമ്മുടെ IP അഡ്രസ്സ് ഡിവൈസിൻ്റെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യും. ആ സമയത്ത് നമ്മൾ പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് 1 2 3 ടൈപ്പ് ചെയ്താൽ നമുക്ക് R2 ആക്സസ് കിട്ടും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ABC 1 2 3 ഇതേപോലെ പോവില്ല. പകരം കീ വെച്ചിട്ട് അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യും. ABCനെ ചിലപ്പം PZ 1 2 3 ചിലപ്പം 773 ഇത് മാറ്റം, അതായത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ രീതിയിൽ PZ 773 എന്നുള്ള രീതിയിൽ നെറ്റ്വർക്ക് ഇതിലേക്ക് പോവും. പുറത്ത് പിന്നെ ഇന്റർനെറ്റിൽ നിന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും പാക്കറ്റ് ക്യാപ്ചർ ചെയ്താൽ പോലും അവർക്ക് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും എൻക്രിപ്റ്റ് ചെയ്തതായിരിക്കും. അവർക്കത് ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഉപയോഗിച്ച എൻക്രിപ്ഷൻ അൽഗോരിതം ഒക്കെ സ്ട്രോങ് ആയിരിക്കും. അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ അൽഗോരിതം ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ ഇപ്പം എന്തായി? സെക്യൂർഡ് ആയി. ഇത് പ്രോട്ടോകോൾ വൈസ് SSH ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും സെക്യൂർഡ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി HTTPSും കൂടി പറഞ്ഞിട്ട് നമ്മളെ സെക്യൂരിറ്റി ടേംസ് കുറച്ച് പറഞ്ഞുതരാം. ഓക്കെ, HTTPS വരുമ്പോൾ നേരത്തെ പറഞ്ഞ ബാങ്കിൻ്റെ വെബ്സൈറ്റ് തന്നെ എടുക്കാം, ഒരു ഡാറ്റാ സെൻറ്റർ. ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അത് ISPയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ISPs ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. എൻ്റെ വീട്ടിലത്തെ റൗട്ടർ ഈ ഒരു ISPയിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈസ് വൈഫൈ വഴിയോ വയർഡ് വഴിയോ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഈ വെബ്സൈറ്റിൽ ഞാൻ എന്ത് ചെയ്തു, HTTP, ഇത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആണ്, HTTP ആണ് ഇനേബിൾ ചെയ്തതെങ്കിൽ ഞാൻ ഇവിടുന്ന് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഓപ്പൺ ചെയ്തു, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, HTTP ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ക്രെഡൻഷ്യൽസ് ചോദിക്കും, യൂസർ നെയിം പാസ്വേഡ്. ഓക്കെ, നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും ABC 1 2 3. ഓക്കെ,
ഇതാണ് നിങ്ങളെ യൂസർ നെയിം പാസ്വേഡ് എങ്കിൽ നിങ്ങൾ ഇവിടെ അത് ടൈപ്പ് ചെയ്യും, നിങ്ങളെ ബാങ്കിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ക്രെഡൻഷ്യൽസ് ഉണ്ടല്ലോ, ഈ ISP ത്രൂ ട്രാവൽ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും. നേരത്തെ ടെൽനെറ്റിന്റെ കേസിൽ പറഞ്ഞ അതേ സിറ്റുവേഷൻ HTTP ഉപയോഗിച്ചാൽ നമുക്ക് ഈ നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒരിക്കലും സേഫ് അല്ല. ഇവിടെ പാക്കറ്റ് ക്യാപ്ചർ ചെയ്താൽ ആർക്കും നമ്മുടെ ക്രെഡൻഷ്യൽസ് വിസിബിൾ ആണ്. അവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് പിന്നെ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും അല്ലെങ്കിൽ പൈസ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HTTPS കോൺഫിഗർ ചെയ്യുന്നത്. HTTPS ഇതിൽ ഇനേബിൾ ചെയ്തതെങ്കിൽ ഇവിടെ ഫയർവാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫയർവാളും നമ്മുടെ ഈ ഡിവൈസും തമ്മിലൊരു ക്ലയന്റ് ലെസ് VPN വർക്കാവും. ക്ലയന്റ് ലെസ് VPN വർക്കാവുമ്പോൾ പിന്നെ ഇതും ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഈ റൂട്ട് ഒരു സെക്യൂർഡ് റൂട്ടായിരിക്കും. ഇവിടെ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓതന്റിക്കേഷൻ, നമ്മുടെ ഡിവൈസിൻ്റെ ഉള്ളിലെ ബ്രൗസറിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതേപോലെ പിന്നെ ഈ വെബ് സെർവറിനും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതായത് ഉദാഹരണത്തിൽ നമ്മളെ രാജ്യത്ത് ഇപ്പോൾ ഓരോരുത്തർക്കും ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആധാർ കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു അതോറിറ്റി ഗവൺമെന്റിനെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ആധാർ കാർഡ് വേറൊരാൾക്ക് കാണിച്ചാൽ ഇവൻ ഒരു വാലിഡ് ഇന്ത്യൻ പൗരനാണെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ നെറ്റ്വർക്കിംഗ് വേൾഡിൽ ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടീമുണ്ട്. ഓക്കെ, DigiCert ഫോർ എക്സാമ്പിൾ, DigiCert അവരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസിൻ്റെ വെബ് സെർവറും ഇതുണ്ടല്ലോ വെബ് ബ്രൗസർ, അവരും സർട്ടിഫിക്കറ്റ് ഇവരാണ്, ഈ ഡിജി സെർവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ്. അതേപോലെ നമ്മുടെ പിന്നെ ഈ ബാങ്കിൻ്റെ വെബ് സെർവറിനും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവുക ഈ DigiCert ആണ്. അപ്പോൾ എല്ലാവരും DigiCertനെ ട്രസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഗവൺമെന്റിനെ ട്രസ്റ്റ് ചെയ്യുന്നത് പോലെ DigiCert എന്ന ഒരു കമ്പനി സർട്ടിഫിക്കറ്റ് അസൈൻ ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ്, അവരെല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവൈസ് ട്രസ്റ്റഡ് ആണെന്ന് ഇപ്പോൾ ഈ വെബ് സെർവറിന് മനസ്സിലാവും. അതായത് ഇവിടുന്ന് എന്ത് റിക്വസ്റ്റ് വന്നാലും ഈ വെബ് സെർവർ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിന്നെ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ട്, SSL ഹാൻഡ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യം എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് DigiCert കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്, ഇത് വാലിഡ് യൂസർ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡാറ്റ പിന്നെ ഇത് നടക്കുന്നത്. അപ്പോൾ ഇതൊരു സെക്യൂർഡ് ട്രാൻസ്മിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡൻഷ്യൽ പോലും HTTPS ആകുമ്പോൾ ഇവിടുന്ന് HTTPS റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ബാങ്കിൻ്റെ ഇവിടെ HTTPS ഇനേബിൾ ചെയ്തു, ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഫയർവാൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലയന്റ്ലെസ് VPN ആണ് നമ്മൾ പിന്നെ ഡിവൈസിൽ. അതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം തിരിയുന്നുണ്ടാവില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇത് സെക്യൂർഡ് ആക്കുന്ന പിന്നെ മെത്തേഡാണിത്. അപ്പോൾ HTTPS നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ജനറേറ്റ് ആവുന്നത് HTTPS റിക്വസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ യൂസർ നെയിം ABC123 കൊടുത്താൽ നമ്മുടെ ഡിവൈസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പാക്കറ്റ് HTTPS റിക്വസ്റ്റ് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്രെഡൻഷ്യൽസ് എന്താവും, എൻക്രിപ്റ്റഡ് ആവും. ABC എന്നുള്ളത് വേറെ എന്തെങ്കിലും CZY123 എന്നുള്ളത് വേറെ എന്തെങ്കിലും നമ്പറായി ഇവിടുന്ന് പുറത്തു പോകും. ഓക്കെ, ഈ റൂട്ടിലൂടെ പുറത്തു പോകും. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ISP നമ്മളിപ്പോൾ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ പോലും സാധിക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ അങ്ങനെ സാധിച്ചു എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ സെക്യൂർഡ് ആണ്, എൻക്രിപ്റ്റഡ് ആണ്, ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇതാണ് HTTPS എന്നുള്ള ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ ഫയർവാളും കാര്യങ്ങളും ഉണ്ടാവും, ഫയർവാൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും ക്ലയന്റ്ലെസ് VPN വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഏതിൻ്റെ പിന്നെ വെബ് സെർവർ എവിടെ ഇപ്പോൾ ഗൂഗിളിൻ്റെതാണ്, അവിടെ ഫയർവാൾ ഉണ്ടാവും. ഫയർവാളിൽ ഈ VPN ക്ലയന്റ്ലെസ് VPN വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഓരോ മില്യൺസ് ഓഫ് വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് അവരുടെ പിന്നെ ഡാറ്റാ സെൻറ്റർ ഫയർവാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ പാത്ത് ഡാറ്റ മൂവ് ചെയ്യുന്ന പാത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ HTTPS ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്തു. ഓക്കെ, ആ രണ്ട് പ്രോട്ടോകോൾസിൻ്റെ കാര്യങ്ങളൊക്കെ
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് സെക്യൂരിറ്റി ടേംസ് പറയാം. ഓക്കെ, അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ, നമ്മുടെ കമ്പനിയുടെ ഡാറ്റ, അത് എന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും നമ്മുടെ ഡാറ്റാസ് ഒരിക്കലും ലീക്ക് ആവരുത്. അത് പിന്നെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഹാക്കേഴ്സിന് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഡാറ്റാ സെൻറ്ററിൽ കയറാൻ ചാൻസ് കിട്ടിയാൽ പോലും അവർക്ക് നമ്മുടെ ഡാറ്റാസിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റരുത്. ഡാറ്റ ലീക്ക് ആവരുത്. നമ്മുടെ ഡാറ്റ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അസെറ്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പനിയുടെ അസെറ്റ് മെയിൻലി ഡാറ്റ തന്നെയാണ് എല്ലാ കമ്പനിയുടെ അസെറ്റ്. അപ്പോൾ ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ആയാലും സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെയും സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അടുത്തൊരു സെക്യൂരിറ്റി, ഇത് സം സെക്യൂരിറ്റി ടേംസ് ആണ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ നൗ. ഓക്കെ, അതിൽ വരുന്ന ഒന്നാമത്തേത് അസെറ്റ്സ് വരും. രണ്ടാമത്തെ ടേം ആണ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ വീക്ക്നെസ് ഇൻ എ സിസ്റ്റം ഓർ എ നെറ്റ്വർക്കിലുള്ള പോരായ്മയാണ്. അതായത് വീക്ക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞു, ടെൽനെറ്റും SSHും പറഞ്ഞു. ടെൽനെറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലൂപ്പ് ഹോളാണ്. അവിടെ അറ്റാക്കിന് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ക്രെഡൻഷ്യൽസ് പോലും ട്രാവൽ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു വീക്ക് പോയിന്റ് ആണ്. അത് വീക്ക് പോയിന്റിനെ പറയുന്ന ഒരു സെക്യൂരിറ്റി ടേം ആണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ വരുന്നതാണ് നേരത്തെ പറഞ്ഞ ടെൽനെറ്റും SSH. ഓക്കെ, ഇനി എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിവൈസിൽ പിന്നെ റൗട്ടറിൽ ടെൽനെറ്റും SSHും ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിപ്പോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വീടിൻ്റെ 3 ഡോറിൽ 2 ക്ലോസ്ഡ് ആണ്, സെൻറ്റർ ആയിട്ടുള്ള ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും തീഫ് അല്ലെങ്കിൽ കള്ളന്മാർ പിന്നെ ഈ ഒരു ലൂപ്പ് ഹോൾസിലൂടെ അവർ ഇത് റിസ്ക് എടുത്ത് ഇത് പൊട്ടിക്കാൻ നിൽക്കില്ല. കാരണം ഓൾറെഡി ഓപ്പൺ ആയ ഡോറുള്ളപ്പോൾ അവർ അതുവഴി കയറാനാണ് ശ്രമിക്കുക. അപ്പം ഇതേ ഒരു മെത്തേഡ് തന്നെ നമ്മൾ നെറ്റ്വർക്കിൽ വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടെൽനെറ്റും SSHും രണ്ടും കോൺഫിഗർ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഡിവൈസിൽ, ടെൽനെറ്റ് അവിടെ വീക്ക് പോയിന്റ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അറ്റാക്കർ അതിനെ ബേസ് ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അതൊരു മറ്റൊരു ടേം ആണ്. പിന്നെ വരുന്ന ത്രെറ്റ്, എനിത്തിങ് വിച്ച് ക്യാൻ പൊട്ടൻഷ്യലി ഹാം ദ ഓർഗനൈസേഷൻ ആൻഡ് കമ്പ്യൂട്ടർ. ത്രെഡ്സ് കുറേ ടൈപ്സ് ഉണ്ട്. ഫിഷിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ബൈറ്റിംഗ്, എൻക്രിപ്റ്റേഴ്സ്, റാൻസം-വെയർ, മലീഷ്യസ് സൈബർ അറ്റാക്ക്, വേംസ്. ഇതൊന്നും ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സമയമില്ല. ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 2017 ന്യൂസിലാൻഡിലാണെന്ന് തോന്നുന്നു ഒരു റാൻസം-വെയർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഒരു അറ്റാക്കർ സെർവറിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് അവർ സെർവറിൻ്റെ ഇതിലെത്തി സെർവറിനെ എന്ത് ചെയ്ത് ലോക്ക് ചെയ്ത് കളഞ്ഞു. ഡിസ്പ്ലേയിൽ ഒരു ഇത് ചെയ്തു, അതായത് ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങളെ സെർവർ ലോക്ക്ഡ് ആണ്, ഇനി അൺലോക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഇത്രത്തോളം എമൗണ്ട് നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഹാക്കർമാർ പിന്നെ അങ്ങനെ അന്ന് ഉപയോഗിച്ച ഒരു മെത്തേഡാണ്. ഇതാണ് റാൻസം-വെയർ എന്നുള്ളത്. അതായത് സെർവറിനെ അവരെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞു. അവരെ ന്യൂസിലാൻഡിലുള്ളൊരു സെർവർ. സോറി, ആ വൈറസിന്റെ പേര് സാറേ റാൻസം-വെയർ. അത് 2017 വന്നൊരു അറ്റാക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇവിടെ ഇതിപ്പോൾ ഈ ഒരു സെർവറാണെന്ന് വിചാരിച്ചു, ഡാറ്റാ സെൻറ്ററിലുള്ള പിന്നെ എന്താ പറയുക, എൻ്റെ HDFCയുടെ സെർവർ ഇതാണെങ്കിൽ ഇതിനെ അവർ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ കാണിച്ചു കൊടുത്തു. അതായത് ഈ സെർവർ ലോക്കായി കിടക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ എന്താണ് ഡാറ്റ വേണമെങ്കിൽ ഇത്ര പൈസ തരണമെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു ഡിവൈസിനെ കുറച്ചുകൂടി, ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഡിവൈസ് മോഷൻ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയെ സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ റോള്. പക്ഷെ ഇനിയിപ്പോൾ ഒരു ഹാക്കർ വന്ന് സെർവറിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതാണ് പറഞ്ഞത്, ഡാറ്റ അറ്റ് റെസ്റ്റിൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ടീമാണ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ്. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യും. സ്ട്രോങ് എൻക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഈ ഡാറ്റേനെ പിന്നെ എൻക്രിപ്റ്റ് ചെയ്യും. അതേപോലെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് സെർവറും ഉണ്ടാവും.
ഇനി ഏതെങ്കിലും കാരണവശാൽ നേരത്തെ പറഞ്ഞ റാൻസം വെയർ അറ്റാക്കിലൂടെ ഈ ഡിവൈസിനെ അറ്റാക്ക് ചെയ്ത് ആക്സസ് ചെയ്താൽ പോലും അവർക്ക് ഇതിൻ്റെ ഉള്ളിലെ ഡാറ്റാസ് കാണാൻ പറ്റില്ല. കാരണം എൻക്രിപ്ഷൻ കീസും ഇതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മളാണ് ഇത് എൻക്രിപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്ട്രോങ് കീസ് ഉപയോഗിച്ചാണ് അതിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ്. അവർക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ഒരു ഡാറ്റയും കാണില്ല. അവർക്ക് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനും പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കപ്പ് ഉണ്ട്. ബാക്കപ്പിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ഡാറ്റ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ പോലും നമുക്ക് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിനൊക്കെ വെച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എപ്പോഴും നെറ്റ്വർക്ക് എപ്പോഴും എന്തായിരിക്കണം, സെക്യൂർഡ് ആയിരിക്കണം. അത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയറും സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ രണ്ടുപേരും കൂടി രണ്ട് സെക്ഷനും കൂടി സെക്യൂർഡ് ആക്കിയാൽ ഡാറ്റ എപ്പോഴും എന്തായിരിക്കണം, സെക്യൂർഡ്. അതാണ് കമ്പനിയുടെ മെയിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഡാറ്റയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് വേറൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടേമാണ് ത്രെഡ് എന്നുള്ളത്. അത് ഫിഷിങ്ങും കാര്യം ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ലിങ്കൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഈ അറ്റാക്കേഴ്സിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതേ പേരിൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റം വരുത്തും. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ HDFC എന്നുള്ള ബാങ്ക് HDFC.com എന്നുള്ളതിന് പകരം അവരെന്ത് HDFC1.com എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൻ്റെ ചിലപ്പോൾ തുടക്കത്തിൽ HTTP എന്നുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ HDFCൻ്റെ അതേ പേജ് പോലത്തെ ഒരു പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഓപ്പൺ ആയി വരും. നമ്മളത് ബാങ്കിൻ്റെ വെബ്സൈറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ക്രെഡൻഷ്യൽസ് കൊടുക്കുന്ന എൻ്റർ ആവുന്നു. നമ്മുടെ ക്രെഡൻഷ്യൽസ് ഈ അറ്റാക്കേഴ്സിൻ്റെ അവിടെ എത്തി അവർക്ക് പാക്കറ്റ് ക്യാപ്ചർ ചെയ്താൽ HTTP ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും, കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 factors authentication ഉണ്ട്. ഇപ്പം നമ്മളിനിപ്പോൾ നമ്മളെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ ബാങ്ക് വെബ്സൈറ്റിൽ കയറിയാലും അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊരു പിന്നെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ 2 factor authentication വരാറുണ്ടല്ലോ. അപ്പം നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സെക്യൂർഡ് ആണ്. ഇനി ചിലപ്പോൾ ചില കേസിൽ അവർ ഇപ്പം പറയുന്ന ചില ഹാക്കേഴ്സൊക്കെ ചെയ്തിട്ട് അവർ വിളിച്ച് നോക്കും, പിന്നെ OTP വന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നം ഒന്ന് അവർ നമ്മളെന്ത് ചെയ്യും, കൺവിൻസ് ചെയ്തിട്ട് ആ OTP പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവിടെ OTP നമ്മൾ കൊടുത്താൽ ഓക്കെ, തീർന്ന്. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ പിന്നെ ബാങ്കിൻ്റെ ഇതിൽ കയറിയിട്ട് അവർക്ക് എന്താ വേണ്ടത് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ലിങ്കൊക്കെ നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അതിൽ HTTP ആണോ HTTPS ആണോ എന്നൊക്കെ തുടക്കത്തിൽ ലിങ്കിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് ഇത് എൻ്റെ ബാങ്കിൻ്റെ സൈറ്റാന്ന് വിചാരിച്ചിട്ട് കയറിപ്പോണ്ട. ഓക്കെ, പിന്നെ വേറൊരു പിന്നെ ഈ സെക്യൂർ ടേംസ് ആണ്, സെക്യൂരിറ്റി ഇതാണ് അറ്റാക്ക് എന്ന് പറയുന്നത് ആക്ഷൻ ടേക്കൺ ബൈ അറ്റാക്കർ ടു ഹാം എ അസെറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ റാൻസം വെയർ ഇതൊക്കെ ഒരു അറ്റാക്കാണ്. പിന്നെ കൗണ്ടർ മെഷേഴ്സ്, ഈ അറ്റാക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കൗണ്ടർ മെഷേഴ്സ് അല്ലെ, വൾണറബിലിറ്റീനെ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെൽനെറ്റിന് പകരം SSH യൂസ് ചെയ്യാം, HTTPക്ക് പകരം HTTPS യൂസ് ചെയ്യാം. ഇങ്ങനെ അറ്റാക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കൗണ്ടർ മെഷേഴ്സ്. ഓക്കെ, ഇത് കുറച്ച് സെക്യൂരിറ്റി ടേംസ് ആണ്. പിന്നെ വരുന്ന ഫയർവാൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫയർവാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഫോർ എക്സാമ്പിൾ പുറത്തുനിന്ന് വരുന്ന ട്രാഫിക് നമുക്ക് തീരുമാനിക്കാം. ബൈ ഡിഫോൾട്ടായിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നമ്മൾ ഡിനേ ആയിരിക്കും. അത് ഫയർവാളിൻ്റെ ബൈ ഡിഫോൾട്ട് റൂളാണ്. ഉള്ളിൽ നിന്ന് ഇൻസൈഡ് നിന്ന് ഔട്ട് സൈഡിലേക്ക് പിന്നെ എന്താണ് അലൗഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻസൈഡ് നെറ്റ്വർക്കിൽ ഒരു വെബ് സെർവറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫയർവാൾ റൂൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫയർവാൾ എന്തിനാന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഫയർവാളിൻ്റെ 4 ടെക്നിക്സ് വരുന്നുണ്ട്. ഫയർവാളിൻ്റെ വർക്കിംഗ് വരുന്നത് പാക്കറ്റ് ഫിൽറ്ററിങ്, അതായത് പാക്കറ്റ് ലെവലിൽ ഫിൽട്ടർ ചെയ്തിട്ട്, ഉദാഹരണത്തിന്
നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ CCN ഒക്കെ പഠിച്ചവരാണെങ്കിൽ ആക്സസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സസ് ലിസ്റ്റിൽ നമ്മൾ IP അഡ്രസ്സിന്റെ ബേസിൽ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്. ഓക്കെ, അത് റൗട്ടർ ആയാലും റൗട്ടറിൽ നമുക്ക് ആക്സസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അത് പാക്കറ്റ് ഫിൽറ്ററിങ് ടെക്നിക് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റൗട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഫയർവാളിന്റെ ഇത് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, പിന്നെ പ്രോക്സി സെർവർ വരുന്നതെന്ന് പറഞ്ഞാൽ സെർവറിൽ നമുക്ക് URL ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ താഴത്തെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 4 ടെക്നിക്കാണ് ഉള്ളത്. പ്രോക്സി സെർവർ, സ്റ്റേറ്റ്ഫുൾ, ട്രാൻസ്പെറൻറ്റ്. പാക്കറ്റ് ഫിൽറ്ററിങ് ഈസ് ബേസ്ഡ് ഓൺ ACL. ACL എന്താ, സ്റ്റാൻഡേർഡ്, എക്സ്റ്റെൻഡഡ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, CCNL പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷെ ഇതൊരു സ്കെയിലബിൾ മെത്തേഡ് അല്ല പാക്കറ്റ് ഫിൽറ്ററിങ് ടെക്നിക് എന്നുള്ളത്. പിന്നെ പ്രോക്സി സെർവർ ആണ്. ഇവിടെ നമ്മുടെ നെറ്റ്വർക്കിലൊരു സെർവർ ഫയർവാളായിട്ട് ആക്ട് ചെയ്യും, പ്രോക്സി സെർവർ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെതും ഇൻറ്റേർണൽ നെറ്റ്വർക്കിൻ്റെതും ഇടയിൽ, അതായത് നമ്മുടെ റൗട്ടറിലേക്ക് ഒരു പ്രോക്സി സെർവർ കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ പ്രോക്സി സെർവർ നമുക്ക് വെബ് സെർവറിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് പ്രോക്സി സെർവർ ഉപയോഗിച്ച് നമുക്ക് URL ഫിൽറ്ററിങ്, നമുക്കിപ്പോൾ ഒരു പ്രത്യേക വെബ്സൈറ്റ് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യണോ, അതൊക്കെ ഈ പ്രോക്സി സെർവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതും ഒരു ടെക്നിക്കാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ PC-യുടെ ബ്രൗസറിൽ, നമ്മുടെ ഡിവൈസ് ലാപ്ടോപ്പിൻ്റെ ബ്രൗസറിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയാൽ അഡ്വാൻസ് സെറ്റിങ്സിൽ ഓപ്പൺ യുവർ പ്രോക്സി സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ യൂസ് എ പ്രോക്സി സെർവർ സെലക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ IP അഡ്രസ്സ്, നമ്മുടെ പ്രോക്സിയുടെ IP അഡ്രസ്സ് കൊടുക്കുക, പോർട്ട് നമ്പറും കൊടുക്കുക. എന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഡാറ്റ പുറത്ത് ISP-യിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രോക്സി സെർവറിലേക്ക് പോകും. പ്രോക്സി സെർവർ ചെക്ക് ചെയ്യും ഇത് പിന്നെ അലൗഡ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ്ബുക്കിലേക്ക് ഒരാൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന യൂസർ, അപ്പോൾ പ്രോക്സി സെർവറിൽ പോകുമ്പോൾ പ്രോക്സി സെർവറിൽ ഫേസ്ബുക്ക് ബ്ലോക്ക് ആണ്. അപ്പോൾ ഈ ട്രാഫിക് ഇവിടുന്ന് ബ്ലോക്ക് ആവും. ഇനി ഗൂഗിളിലേക്ക് പോകുന്നതാണ്, ഓക്കെ ഗൂഗിൾ അലൗഡ് ആണ്, നേരെ ISPസിലേക്ക് പ്രോക്സി സെർവർ റീഡയറക്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 1000 ഡിവൈസ് ഉണ്ട്, ഞാൻ 1000 ഡിവൈസിൻ്റെയും ബ്രൗസർ സെറ്റിങ്സിൽ പോയിട്ട് പ്രോക്സി സെർവർ പറഞ്ഞു കൊടുക്കണം. അതൊരു സ്കെയിലബിൾ അല്ല. അപ്പോൾ അതിന് പകരം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലൊരു പിന്നെ പ്രോട്ടോകോള് WCCP എന്ന് പറഞ്ഞ പ്രോട്ടോകോള് വർക്ക് ചെയ്യും. അതായത് ഇവിടെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോക്സി സെർവർ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് WCC പ്രോട്ടോകോള് ഇവിടെ കോൺഫിഗർ ചെയ്യുക. അതിനുശേഷം ഡിവൈസിലൊക്കെ ഗേറ്റ് വേ ഉണ്ടാവുമല്ലോ, ഗേറ്റ് റൗട്ടറിൽ DHCP എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈസിന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ, നേരത്തെ പറഞ്ഞ പോലെ DNS സെർവറൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇവിടുന്ന് ഒരു റിക്വസ്റ്റ്, നേരത്തെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് റിക്വസ്റ്റ് ക്വറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് നേരെ റൗട്ടറിലേക്ക് പോകും ഫസ്റ്റ്. ഇപ്പോൾ റൗട്ടറിൽ WCCP എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പുറത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് റൗട്ടർ എന്ത് ചെയ്യും, പ്രോക്സിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇപ്പം പ്രോക്സി ചെക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ ഫേസ്ബുക്ക് ഇതിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാക്കറ്റ് ഡ്രോപ്പ് ആവും. അപ്പോൾ അടുത്ത ഡിവൈസ് ഗൂഗിളിലേക്ക് പോകുന്നു, അപ്പം നേരെ ഡിഫോൾട്ട് ഗേറ്റ് വേയിലേക്ക് പോകും. ഇപ്പോൾ WCCP എനേബിൾ ചെയ്തതുകൊണ്ട് തന്നെ പ്രോക്സിയിലേക്ക് അയക്കും. പ്രോക്സി ചെക്ക് ചെയ്യും, ഈ ഗൂഗിളിലേക്കുള്ള പാക്കറ്റാണ്, ഇത് അലൗഡ് ആണ്, നേരെ വീണ്ടും ഗേറ്റ് വേയിലേക്ക് കൊടുക്കും. ഗേറ്റ് വേ ISPയിലേക്ക്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് അയക്കും. അപ്പോൾ ഇത് പ്രോക്സി സെർവർ എന്നുള്ള വേറൊരു ടെക്നിക്ക്. അങ്ങനെ 4 ഇതാണ് ടെക്നിക്കാണ് ഫയർവാളിൻ്റെ വർക്കിംഗ്. 4 ടെക്നിക്ക് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്ന് പാക്കറ്റ് ഫിൽറ്ററിങ്, ഒന്ന് പ്രോക്സി സെർവർ, പിന്നെ വരുന്നത് സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ, മൂന്നാമത്തത്. സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ ടെക്നിക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോക്സി ഉപയോഗിച്ചാൽ ഭയങ്കര ഡിലേ ആയിരിക്കും. വി വിൽ ഹാവ് എ മോർ ഡിലേ. ഇനി അടുത്ത പിന്നെ സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ടെക്നിക്കാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ എൻ്റെ ഡിവൈസിൽ നിന്ന് ഞാനിപ്പം എൻ്റെ ഫയർവാൾ ഇവിടെ ഉണ്ട്, ഗൂഗിൾ എന്നുള്ള സെർവർ ഇൻ്റർനെറ്റിൽ ഉണ്ടല്ലേ, അതിൻ്റെ IP അഡ്രസ്സ് 8.8.8.8 ആണ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡിവൈസിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് അടിക്കുമ്പം DNS സെർവറിലേക്ക് ക്വറി പോകും. DNS സെർവർ ഗൂഗിളിൻ്റെ IP തിരിച്ചു കൊടുക്കും. പിന്നെ പാക്കറ്റ് അടുത്തത് ഗൂഗിളിലേക്കാണ് റീഡയറക്റ്റ് ആകുന്നത്. അപ്പോൾ
നിങ്ങൾ ഈ ഫീൽഡിലുള്ളവരാണെങ്കിൽ ഈ പാക്കറ്റ് ഫ്ലോസ് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫയർവാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്ക് എങ്ങനെയാ വർക്കാകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ ആണ് ഇതിന്റെ ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിലേക്ക് ഒരു ഫയർവാൾ കാണിച്ചിട്ടുണ്ട്. ഫയർവാൾ ഇന്റർനെറ്റിലേക്ക് കാണിച്ചിട്ടുണ്ട് കാര്യം. ഇതിന്റെ IP 10.1.1.1, 1.2, 1.1.3. ഓക്കെ, ഇവിടെയാണ് ഗൂഗിൾ ഉള്ളത്. ഗൂഗിളിൻ്റെത് 8.8.8.8. നേരത്തെ പറഞ്ഞ പോലെ DNS സെർവർ ഉണ്ടാവും ഇന്റർനെറ്റിൽ. അതിൻ്റെ ഗൂഗിളിൻ്റെ റെക്കോർഡ് ഉണ്ടാവും, google.com. കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഫയർവാളിൽ നമ്മൾ DHCP ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയർവാൾ നമ്മൾ ഡിവൈസിനൊക്കെ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്തത് ഇതാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ്വേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഇതിൻ്റെ IP 10.1.1.100 ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം DG 10.1.1.100 IP അഡ്രസ്സും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി അങ്ങനെ തീരെ മനസ്സിലാകാത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ CCNA ബേസ് മുതൽ പഠിക്കേണ്ടി വരും. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ ഇതിൽ ഫയർവാൾ DNSഉം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഒരു DNS സെർവറിൻ്റെ IP 2.2.2.2, അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഗൂഗിളിലേക്ക് നമ്മളെ google.com-ലേക്ക് നമ്മളുടെ PC-ന്ന് പിങ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ www.google.com വെബ് ബ്രൗസറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു DNS സെർവറിലേക്ക് DNS ക്വറി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ. ഓക്കെ, ഗൂഗിളിൻ്റെ IP തിരിച്ചു കൊടുക്കും. അടുത്ത കേസിൽ ഒരു പാക്കറ്റ് ഇവിടെ സോഴ്സ് IP. ഇത് ഇപ്പം പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ഫീൽഡിൽ കുറച്ചൊരു നോളജ് ഉള്ളവർക്ക്, ഇതുള്ള തീരെ ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഇതെൻ്റെ ഡിവൈസിൻ്റെ സോഴ്സ് IP അഡ്രസ്സ്, എൻ്റെ ഗൂഗിളിൻ്റെ IP ഇതാണെന്ന് വിചാരിക്കും. ഇവിടുന്ന് ഒരു പാക്കറ്റ്, ഇത് എങ്ങനെയാണ് അവിടെ പാക്കറ്റ് എത്തുന്നത്, എങ്ങനെയാണ് റിപ്ലൈ ഈ ഫയർവാളിലൂടെ റിപ്ലൈ വരുന്നതെന്നുള്ള കാണിക്കാനാണ് ഇത് വരച്ചത്. ഇപ്പോൾ സോഴ്സ് IP അഡ്രസ്സ് എൻ്റെ ഡിവൈസിൻ്റെ IP, ഡെസ്റ്റിനേഷൻ എവിടെയാണോ എനിക്ക് പോകേണ്ടത് ആ ഡിവൈസിൻ്റെ IP. ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണിത്. അത് എൻകാപ്സുലേറ്റ് ചെയ്ത് ഇതിന് ശേഷം MAC അഡ്രസ്സ് ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസും കുറച്ചും കൂടി CCNA ലെവലിലൊക്കെ നോളജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് പിന്നെ മനസ്സിലാവും. പിന്നെ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതൊന്നും പറയുന്നില്ല. അപ്പോൾ സോഴ്സ് IP, ഡെസ്റ്റിനേഷൻ IP-യും ഇവിടെ ഒരു പാക്കറ്റ് എൻകാപ്സുലേറ്റ് ചെയ്ത് നേരെ ഇവിടെ ഫയർവാളിൽ എത്തും. അതായത് നമ്മളിപ്പം ഇത് ഗൂഗിളിൻ്റെ IP ആണ്. ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു ഇത് പറ്റി. അതായത് ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടുന്ന് പാക്കറ്റ് എൻകാപ്സുലേറ്റ് ആവുക ഡിഫോൾട്ട് ഗേറ്റ്വേൻ്റെ IP അഡ്രസ് ആണ്. അതായത് 10.1.1.100 ആണ്. പിന്നെ നമ്മളെ ഡിഫോൾട്ട് എന്താ പറയുക, ഗൂഗിളിൻ്റെ നെറ്റ്വർക്ക് ഒരു വേറെ നെറ്റ്വർക്കാണ്. 8.8.8.8 എന്നുള്ളത് വേറെ നെറ്റ്വർക്കാണ്. IP അഡ്രസ് അറിയുന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഇവിടുന്ന് നമ്മളിപ്പം ഗൂഗിളിൻ്റെ 8.8.8.8 എന്ന് അടിക്കുമ്പോൾ അടുത്ത ലെയറിൽ ഒരു ലെയർ 2 MAC അഡ്രസ്സും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡിവൈസിൻ്റെ MAC അഡ്രസ് 0A ആണ്. ഈ ഫയർവാളിൻ്റെ MAC അഡ്രസ്സ്, ഇത് ഫയർവാളാണ്. ഇതിൻ്റെ ഈ ഇൻ്റർഫേസിലെ MAC അഡ്രസ്സ് ഒരു 0C ആണെങ്കിൽ ഈ ഗൂഗിളിൻ്റെത് നമ്മൾ ഡെസ്റ്റിനേഷൻ IP 8.8.8 ആണ്. പക്ഷെ ലെയർ 2-ൽ അവർ പിന്നെ അറ്റാച്ച് ചെയ്യുന്ന MAC അഡ്രസ്സ് 0C. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനാണ്. ഞാനത് ആ പാർട്ട്, അതായത് ലെയർ 2 ഞാൻ ഒഴിവാക്കുന്നതാണ്. ഡയറക്റ്റ് ലെയർ 3 മാത്രം പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പാക്കറ്റ് എൻകാപ്സുലേറ്റ് ആയി നേരെ ഇവിടെ എത്തും.
അപ്പോൾ ഈ ഫയർവാൾ എത്തി 10.1.1.1.3 സോഴ്സും ഡെസ്റ്റിനേഷൻ 8.8.8.8 ആണ്. ഓക്കെ, അപ്പോൾ ഈ 8.8.8.8ലേക്ക് എങ്ങനെയാ പോവാന്ന് ഈ ഫയർവാൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഇപ്പോൾ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ഏതെങ്കിലും ഇനേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവാൻ പറ്റും 8.8.8.8ലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ISPയിലേക്ക് അയക്കാം, പാക്കറ്റ് അയക്കാൻ പറയും. അപ്പോൾ ഇങ്ങോട്ടേക്ക് അയക്കും. ഇവിടുന്ന് ഓൾറെഡി ഗൂഗിള് ഇവിടെ ISPയിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ 8.8.8ലേക്ക് പാക്കറ്റ് എത്തും. നേരെ തിരിച്ച് റിപ്ലൈ വരും. 8.8ന്ന് എങ്ങനെ വരും? സോഴ്സ് 8.8.8ഉം ഡെസ്റ്റിനേഷൻ എന്താണ്? ഇവിടെ നാറ്റ്, ഇതിപ്പം പ്രൈവറ്റ് IP ആണ്. ഇത് അറിയുന്നവർക്കാണ് ഞാൻ പറയുന്നത്, അവർക്ക് കൺഫ്യൂഷൻ ആവണ്ട. കാരണം പ്രൈവറ്റ് പബ്ലിക്കിലേക്ക് ഒരിക്കലും പോവില്ല. ഇവിടെ നാറ്റും കാര്യങ്ങളും നടന്നിട്ട് ഈ ഒരു ഇന്റർഫേസിന്റെ IP ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇന്റർനെറ്റിലേക്ക് പോകുന്നത്. ഇതിൽ തീരെ ബേസ് ഇല്ലാത്തവർക്ക് നാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ പറയുന്നു. ഇവിടുന്ന് ആ പാക്കറ്റ് ഇവിടെ എത്തി തിരിച്ച് ഡെസ്റ്റിനേഷൻ എന്താവും? ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് റിപ്ലൈ കൊടുക്കണ്ടേ? കണക്ടിവിറ്റി ഞാൻ ഗൂഗിളിന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ പേജ് ഇവിടെ ഓപ്പൺ ആകണ്ടേ? അപ്പം തിരിച്ചയക്കുന്ന പാക്കറ്റിൽ സോഴ്സ് IP ഇതും ഡെസ്റ്റിനേഷൻ 10.1.1.3 ആയിരിക്കും. ഓക്കെ, അത് ഈ ഫയർവാളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫയർവാളിന്റെ ഡിഫോൾട്ട് റൂൾ എന്താണ്? ഉള്ളിന്ന് പുറത്തിലോട്ട് പോകുന്ന ട്രാഫിക്കിനെ അലോ ചെയ്യും, പക്ഷെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന ട്രാഫിക്കിനെ ഡിനൈ ചെയ്യും. ഇത് പുറത്തുനിന്ന് വരുന്ന ട്രാഫിക് ആണ്. പക്ഷേ സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു ട്രാഫിക് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ആ കണക്ഷൻ ടേബിളിൽ ഉണ്ടാവും സോഴ്സ് 8.8.8.8ഉം, അതായത് ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഒരു പാക്കറ്റ് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ സോഴ്സ് ഇതാണ്, ഡെസ്റ്റിനേഷൻ ഇതാണ്. അപ്പം തിരിച്ചു വരുന്ന പാക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. 8.8.8 പാക്കറ്റ് 10.1.1.3ലേക്ക് വരികയാണെങ്കിൽ പിന്നെ പാക്കറ്റിനെ അലോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അത് കണക്ഷൻ ടേബിൾ ചെക്ക് ചെയ്യും. 8.8.8.8 10.1.1.3ലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ അലൗഡ് ആണ്. അപ്പോൾ ആ പാക്കറ്റിനെ ഫയർവാൾ അലോ ചെയ്യും. നേരെ മറിച്ച് പാക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ പുറത്തുനിന്നാണെന്ന് വിചാരിച്ചോ, ഒരു യൂസർ പുറത്തുനിന്ന് നമ്മുടെ ഡിവൈസിലേക്ക് കയറാൻ നോക്കുകയാണെന്ന് വിചാരിച്ചു. അവൻ്റെ പിന്നെ ഒരു പബ്ലിക് IP, ഒരു IP അഡ്രസ്സ്, സോഴ്സ് IP ഇതാണ്, ഡെസ്റ്റിനേഷൻ എനിക്കൊരു പിന്നെ വെബ് സെർവറിൻ്റെ ഇതിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിവൈസ് ഈ ഒരു IPയിലേക്ക്, ഈ ഇന്റർഫേസിൻ്റെ IP ഞാനൊരു IP അഡ്രസ് ഇവിടെ 12.1.1.1. പുറത്തുനിന്ന് ഒരാൾ ഈ 12.1.1.1ലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവനക്ക് ഇതാണ് ആക്സസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫോർവേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുന്ന പാക്കറ്റിന് ഇവിടത്തേക്ക് സെൻഡ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ കാര്യമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു പാക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു കണക്ഷൻ ടേബിളാണ് പുറത്തുനിന്ന് വരുമ്പോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ കണക്ഷൻ ടേബിളിൽ ഇങ്ങനെ ഒരു എൻട്രി ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ എന്താവെന്ന് പറഞ്ഞാൽ പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത്, പുറത്തുനിന്ന് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന എല്ലാ ട്രാഫിക്കും ഡിനൈഡ് ആയിരിക്കും, പക്ഷേ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്നത് എപ്പോഴും അലൗഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ എന്ത് ചെയ്യുന്നത്, കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഒരു പാക്കറ്റ് റിപ്ലൈ ആയാലും അല്ല പുറത്തുനിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിലും കണക്ഷൻ ടേബിൾ ചെക്ക് ചെയ്യും. കണക്ഷൻ ടേബിൾ ഉണ്ടെങ്കിൽ അത് അലോ ചെയ്യും, അല്ലെങ്കിൽ ഡിനൈ ചെയ്യും. ഇനി അല്ല നമുക്കിത് ഉള്ളിലേക്ക് കടത്തിവിടുന്ന ട്രാഫിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ലിസ്റ്റ് കോൺഫിഗർ ചെയ്തിട്ട് അതിനെ ഉള്ളിലേക്ക് കടത്തിവിടണം. ഓക്കെ, ഇതാണ് ഫയർവാൾ, സ്റ്റേറ്റ്ഫുൾ ഫയർവാളിൻ്റെ കോൺസെപ്റ്റ്. അതായത് കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു ട്രാഫിക് ഫയർവാൾ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഇൻസൈഡിൽ നിന്ന് ജനറേറ്റ് ആയ ഒരു ട്രാഫിക് ഫയർവാൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? ഇതേ ട്രാഫിക് പുറത്ത് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് തിരിച്ച് നമുക്ക് ഗൂഗിൾ വരണ്ടേ, ഗൂഗിളിൻ്റെ പേജ് വരണ്ടേ. അപ്പോൾ ആ ഒരു റിപ്ലൈ ട്രാഫിക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ബൈ ഡിഫോൾട്ടായിട്ട് പുറത്തുനിന്ന് എന്ത് വന്നാലും ഫയർവാൾ ബ്ലോക്ക് ചെയ്യും. ഫയർവാളിന് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ഒരു ഫയർവാൾ തന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഉള്ളിൽ നിന്ന് ജനറേറ്റ് ആയ ട്രാഫിക് ആണെങ്കിൽ TCP ട്രാഫിക് UDP ട്രാഫിക്കിന് വേണ്ടിയിട്ട്
അത് കണക്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് വെബ് ട്രാഫിക്കിനൊക്കെ കണക്ഷൻ ടേബിൾ ഫയർവാൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ പിന്നെ തിരിച്ചു വരുന്ന പാക്കറ്റിലുള്ള സോഴ്സും ഡെസ്റ്റിനേഷൻ IP-യും അതിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അത് അലോ ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്ഫുൾ ഫയർവാളിൽ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്കാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഫയർവാൾ എന്നുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ട്രാൻസ്പെറൻറ്റ് ഫയർവാളിൽ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്വിച്ച് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു നെറ്റ്വർക്ക് ഓൾറെഡി റണ്ണിങ് ഉണ്ട്, നമ്മുടെ കമ്പനിയിൽ നെറ്റ്വർക്ക് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫയർവാൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മളോട് പറയാണ്, എനിക്ക് കമ്പനിയുടെ മാനേജർ പറയാണ്, ഇപ്പോൾ ട്രാഫിക്കൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, പക്ഷെ എൻ്റെ IP ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ചേഞ്ച് ചെയ്യരുതെന്ന് പറഞ്ഞു. അതായത് IP അഡ്രസ്സിലൊന്നും മാറ്റം വരുത്തരുത്, പക്ഷെ എനിക്ക് ഫയർവാൾ ഇതിൻ്റെ ഇടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണം. അങ്ങനത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഫയർവാളിനെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഫയർവാൾ L3 മോഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഫയർവാൾ റൗട്ടിങ്ങും എല്ലാം സപ്പോർട്ട് ചെയ്യും, റൗട്ടിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. L3 മോഡിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഫയർവാൾ ഉണ്ടാവുക. പക്ഷേ നമുക്കിപ്പോൾ IP ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ L3 മോഡിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഈ ഇൻ്റർഫേസിന് ഒരു IP ആണ്, ഈ ഇൻ്റർഫേസിന് വേറെ IP, അതായത് ഓരോ ഇൻ്റർഫേസും ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും L3 മോഡിൽ. റൗട്ടിങ് കാര്യങ്ങളും IP-യും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇതായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം റൗട്ടറിൻ്റെ ഓരോ ഇൻ്റർഫേസും വേറെ വേറെ നെറ്റ്വർക്കാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, അതേപോലെ നമ്മൾ ഫയർവാൾ L3 മോഡിൽ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഓരോ ഇൻ്റർഫേസും വേറെ വേറെ നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു നെറ്റ്വർക്ക് കൊടുക്കണം, ഇവിടെ വേറൊരു നെറ്റ്വർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ IP ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്, IP ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ചേഞ്ചും വരുത്താതെ എൻ്റെ ട്രാഫിക്കിനെ, എൻ്റെ കമ്പനിയുടെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫയർവാളിനെ L2 മോഡിൽ ഡിപ്ലോയ് ചെയ്യാമെന്നാണ്. ഓക്കെ, ഫയർവാളിനെ L2 മോഡിൽ ഡിപ്ലോയ് ചെയ്താൽ ഫയർവാൾ ജസ്റ്റ് സ്വിച്ച് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ നമുക്ക് IP അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ഈ ഇൻ്റർഫേസിലൊന്നും പ്രശ്നമില്ല. SVI കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ഇതിൽ, അതൊന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതേ ഫയർവാൾ തന്നെ നമുക്ക് ട്രാഫിക്കിനെ എന്താ വേണ്ടത്, എല്ലാ കൺട്രോൾ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഫയർവാൾ വർക്ക് ചെയ്യുന്ന മോഡ് L2 മോഡായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഒരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല IP-യിൽ. ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ട ചില കേസസ് വരും. ഓക്കെ, അതും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇതൊരു വേറെ ടെക്നിക്കാണ് ഫയർവാളിനെ ഡിപ്ലോയ് ചെയ്യാൻ. ഇവിടെ കാണാൻ പറ്റും, can filter the traffic based on ports and protocol. ഓക്കെ, both interface in same subnet, ഒരേ സബ്നെറ്റ്, സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. ബൈ ഡിഫോൾട്ടിൽ L3 മോഡാണ്, വി ക്യാൻ മേക്ക് ഫയർവാൾ ഇൻ L2 മോഡ്. ഓക്കെ, പിന്നെ പാലോ ആൾട്ടോ. ഇപ്പോൾ കൂടുതൽ സമയം കുറേയായി. പാലോ ആൾട്ടോ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളാണ്, ഒരു അഡ്വാൻസ്ഡ് ഫയർവാളാണ്. ഇത് ലെയർ 7 വരെ ഡാറ്റനെ ഇൻസ്പെക്ട് ചെയ്യും. ലെയർ 7 വരെ ഇൻസ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ലെയർ 4 വരെ ബൈ ഡിഫോൾട്ട് സിസ്കോഡ് AS ഒക്കെ ലെയർ 4 ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ വരെ, അപ്പം ഡാറ്റയിൽ ഇപ്പോൾ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പാലോ ആൾട്ടോ ഒക്കെ പിന്നെ അഡ്വാൻസ് ലെവലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ലെയർ 7 വരെ ആപ്ലിക്കേഷൻ ഡാറ്റ ജനറേറ്റ് ചെയ്തത് മുതലുള്ളത്, അതായത് ഡാറ്റയിൽ ഇപ്പം എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ പോലും പാലോ ആൾട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ അഡ്വാൻസ് ഫയർവാൾ ഉണ്ടല്ലോ, ഫോർട്ടിനെറ്റ്, FTD, സിസ്കോഡ് FTD, ചെക്ക് പോയിന്റ്സ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫയർവാളും ഡാറ്റ ലെവലിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അലോ ചെയ്യും. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫയർവാൾസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AppID എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. AppID ഡീപ്പ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ബ്രൗസിങ് നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റാഫിനെ അലോ ചെയ്യണം, ചാറ്റ് ബ്ലോക്ക് ചെയ്യണം, ഗെയിംസ് ബ്ലോക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. ബ്രൗസിങ് മാത്രം അലോ ചെയ്യാം. ഈ ഒരു AppID എന്നുള്ള ഫീച്ചർ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടന്റ് ID ഫീച്ചർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റയിലൊക്കെ എന്തെങ്കിലും വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഈ കണ്ടന്റ് ഐ ഡി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആൻറ്റിവൈറസ് കണ്ടന്റ് ഐ ഡിയിൽ തന്നെ ഒരുപാട് പ്രൊഫൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റിവൈറസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്പെക്ട് ദ ട്രാഫിക് ടു ഡിറ്റക്ട് ദ വൈറസ് ഉണ്ടോ എന്ന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റിവൈറസ് പ്രൊഫൈൽ കണ്ടന്റ് ഐ ഡി ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റി സ്പൈവെയർ, ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ പിന്നെ നമ്മളെ നെറ്റ്വർക്കിലേക്ക് വരികയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആൻറ്റി സ്പൈവെയർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ. ഡാറ്റ ലോസ് പ്രൊട്ടക്ഷന്. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ ആരെങ്കിലും നമ്മുടെ കമ്പനിയുടെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും പുറത്തേക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫയർവാളിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, DLP, ഡാറ്റ ലോസ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിൽ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് DLP എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യും നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഫോർ സ്പെസിഫിക് പാറ്റേൺസ് അസോസിയേറ്റഡ് വിത്ത് സെൻസിറ്റീവ് ഡാറ്റ ലൈക്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ, മെഡിക്കൽ റെക്കോർഡ്. അത് സ്കാൻ ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡാറ്റ ലോസ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഫയൽ ബ്ലോക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു PDF-നെ ബ്ലോക്ക് ചെയ്യണോ, ഓക്കെ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ പുറത്തുനിന്ന് ഡോക്യുമെൻറ്റ് നമ്മൾ ഉള്ളിൽ നിന്ന് ഒരാളിപ്പം ഏതെങ്കിലും ഒരു PDF പുറത്തുനിന്ന് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫയർവാളിന് ബ്ലോക്ക് ചെയ്യണ്ടെങ്കിൽ ഫയൽ ബ്ലോക്ക് എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് PDF ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും പിന്നെ കണ്ടന്റ് ഐ ഡിയുടെ വേറൊരു ഫീച്ചറാണ്. പിന്നെ URL ഫിൽറ്ററിങ്, നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പം സോഷ്യൽ മീഡിയ വെബ്സൈറ്റൊക്കെ ബ്ലോക്ക് ചെയ്യണം, അത് നമുക്ക് URL ഫിൽറ്ററിങ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ആ PDF സെക്യൂർഡ് വെബ്സൈറ്റ് ആണെങ്കിൽ അത് എൻക്രിപ്റ്റഡ് ഫോമിലാണ്. അപ്പം ഫയർവാളിൽ എത്തിക്കഴിഞ്ഞാൽ ഫയർവാളിലും എൻക്രിപ്റ്റഡിലാണ് ഡാറ്റ എത്തുന്നത്. അപ്പം പാലോ ആൾട്ടോന് പിന്നെ എന്താണ് ഈ ഫീച്ചർ ഡീക്രിപ്ഷൻ എന്നുള്ളൊരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പാലോ ആൾട്ടോ ആ ഒരു PDF-നെ ചെക്ക് ചെയ്തിട്ട് അതിലെന്താണ് ഡാറ്റ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വൈറസ് ആണെങ്കിൽ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് വേറൊരു ഫീച്ചറാണ് ഡീക്രിപ്ഷൻ. പിന്നെ യൂസർ ബേസ്ഡ് ഫിൽറ്ററിങ് കാര്യങ്ങളും പിന്നെ പാലോ ആൾട്ടോ യൂസർ ബേസ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ അലോ Gmail ഫോർ അതായത് ഒരു യൂസറിന് Gmail മാത്രം അലോ ചെയ്യണം, പിന്നെ വേറെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ടോറൻറ്റ് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ യൂസർ ID ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. പിന്നെ ഗ്ലോബൽ പ്രൊട്ടക്റ്റ്, ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർ പാലോ ആൾട്ടോ ഫയർവാൾ അവരുടെ കമ്പനിയിലുള്ളതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുക, ഗ്ലോബൽ പ്രൊട്ടക്റ്റ്. അതായത് അവർ കമ്പനിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SSL VPN client software used to connect a user sitting in a home to office network. ഓഫീസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പാലോ ആൾട്ടോയുടെ ഒരു റിമോട്ട് കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ ആണ് ഗ്ലോബൽ പ്രൊട്ടക്റ്റ്. ഇനി സൈറ്റ് ടു സൈറ്റ് VPN. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസ് തമ്മിൽ യൂസ് ടു ഹാവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 ബ്രാഞ്ച്, 2 ബ്രാഞ്ച് ഉണ്ട്. നമ്മളെ കമ്പനിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രാഞ്ചസ് ഉണ്ട്. അത് തമ്മിൽ പിന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് സൈറ്റ് ടു സൈറ്റ് VPN ഉപയോഗിക്കും. അതായത് പിന്നെ 2 ബ്രാഞ്ചസ് തമ്മിൽ പ്രൈവറ്റ് ടു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെക്യൂർ ആയിട്ട് പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സൈറ്റ് ടു സൈറ്റ് VPN ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടണൽ ബിറ്റ്വീൻ 2 സൈഡ്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഡാറ്റാസ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും, എൻക്രിപ്റ്റഡ് ആയിരിക്കും, ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിങ്, നമുക്ക് ഈ ഫയർവാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ കോൺഫിഗറേഷൻ വിത്ത് സിംഗിൾ ഫയർവാൾ, നമുക്കിങ്ങനെ എന്താ പറയുക ഒരു നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സിറ്റ് പോയിന്റിൽ ഫയർവാൾ വെച്ച് ISP-യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കേസിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാലോ ആൾട്ടോ ഫെയിൽ ആയാൽ എൻ്റയർ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവും. അപ്പോൾ നമുക്ക് ഒരു ആക്റ്റീവ് സ്റ്റാൻഡ് ബൈ ഹൈ അവൈലബിലിറ്റി, ആക്റ്റീവ് പാസീവ് ഹൈ അവൈലബിലിറ്റി എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. 2 ഫയർവാൾ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാഫിക് ഇതിലൂടെ പാസ്സാവും ട്രാഫിക്. അതായത് ഒരു പാലോ ആൾട്ടോ ആക്റ്റീവ് ആയിരിക്കും, ഒരു പാലോ ആൾട്ടോ പാസീവ് സ്റ്റാൻഡ് ബൈ ആയിരിക്കും. അപ്പോൾ
യൂസറിൻ്റെ ട്രാഫിക് ആക്റ്റീവ് ഫയർവാളിലൂടെ പോകും. ഇത് എപ്പോഴെങ്കിലും ഡൗൺ ആയാൽ പാസീവ് എന്താവും, ആക്റ്റീവ് ആവും. അപ്പം ട്രാഫിക് ഇതിലൂടെ പോകും. ഇനി ആ സമയത്ത് തന്നെ ഇത് അപ്പായി കഴിഞ്ഞാൽ വീണ്ടും ട്രാഫിക് ഇതിലൂടെ പോകും. ഇതാണ് ആക്റ്റീവ് പാസീവ് ഹൈ അവൈലബിലിറ്റി. ഇതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. 200, 800, 3, 200, 5, 200, 7, 000. ഇവിടെ നമുക്ക് ഡിവൈസ് അവൈലബിൾ ആണ്. നമ്മുടെ ബാംഗ്ലൂരിലെ ആറ്റ്മിക് ഓഫീസിൽ പാലോ ആൾട്ടോയുടെ 400 സീരീസ് ഉണ്ട്. നമുക്കതിൽ ലാബ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം.